അപ്പോ നമുക്ക് രാഷ്ട്രീയം പറയാം. രാഷ്ട്രീയം പറയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ആര് ജയിക്കും? ആരും ജയിക്കാൻ ഇവിടെ സാധാരണ ജയിക്കുന്ന ആളെന്നെ ജയിക്കുള്ളൂ. ലീഗ് വളരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 7-8 മാസമായി പെൻഷൻ കൊടുത്തിട്ട് പെൻഷൻ കിട്ടിയിട്ട് തൂങ്ങി മരിച്ച ആൾക്കാരുണ്ട് കേരളത്തിൽ. പെൻഷൻ കിട്ടാതെ പിന്നെ ഇവര് പരപ്പുവടി കട്ടൻ ചായയും കുടിച്ച രാഷ്ട്രീയ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം പട്ടൻ ചായ അല്ല വിളിക്ക് ആവശ്യം. എവിടെ ഹൈഗ്രേഡ് ഹോട്ടല് അവിടേക്കാണ് ഇപ്പൊ നേതാക്കന്മാരെ കാണുന്നത്. സാധാരണക്കാരുടെ ഒരു പ്രശ്നമില്ല, ഒരു പിന്നെ സമരമില്ല, ഒന്നുമില്ല. കിട്ടാത്തത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പറഞ്ഞാൽ എത്ര ആളുകൾക്ക് പെൻഷൻ കിട്ടാൻ മരുന്നിന് കായില്ലാതെ മരിച്ച ആൾക്കാരുണ്ട്. ഇങ്ങളെന്നെ നിങ്ങളെ സംഭാഷണ എന്നും കേൾക്കുന്നതല്ലേ. 7 മാസമായി. 7 മാസമായി ഒരു 10 പൈസ ജനങ്ങളെ അടുത്ത് ഇല്ലാത്തൊരു സാഹചര്യം അപ്പോഴും അതൊരു പ്രധാന വിഷയമാവും തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാവും. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉള്ളത്, ഇപ്പൊ പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ വരുന്നു, വളരെ എല്ലാവർക്കും സ്വീകാര്യനായ ആളാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ, സംശയമൊന്നുമില്ല. പക്ഷെ അപ്പോഴും 3 തവണ MP ആയി. ഒരു പുതിയൊരു മാറ്റം വരേണ്ടതുണ്ടോ? പാർട്ടി തീരുമാനിക്കണ്ട. തീർച്ചയായിട്ടും വേണം. കാരണം ചില എന്താണോ ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല. ഇല്ലല്ല, ഈ മലപ്പുറം മണ്ഡലത്തിൽ കാര്യമായിട്ട് ഒരു വികസനം നടന്നിട്ടില്ല. റെയിൽവേന്റെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. അങ്ങാടിപ്പുറത്ത് പറഞ്ഞാല് വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടും മറ്റു കാര്യങ്ങൾക്കും വളരെ മുൻപന്തിയിലാണ് ഈ മലപ്പുറം ജില്ല. ഇപ്പം കൂടിയിട്ടുണ്ട്. അതൊക്കെ ഈ ലീഗ് അടിസ്ഥാനത്തിലുള്ള വികസന പിന്നെ ഉള്ള മണ്ഡലത്തിനേക്കാളും കൂടുതൽ വികസനങ്ങൾ ജില്ലയിലെ 2 മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മള് കേന്ദ്രത്തിൽ പോയാൽ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കാൻ ലീഗിൽ നിന്നുള്ള MP ആണോ അഥവാ ഇനി UDF നിന്നുള്ള MP ആണോ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം? ലെഫ്റ്റിൽ നിന്നുള്ള ഇടതുമുന്നണി അത് നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് പിന്നെ ഏറ്റവും വലിയ അപകടകാരികൾ ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞാണ്. 3 ലീഗിന്റെ MP-മാരാണ് ഇവിടെ പ്രശ്നക്കാരി എന്നുള്ളത് നരേന്ദ്രമോദി വ്യക്തമായി. എതിർക്കാൻ ലീഗ് MP-മാർ മതി. ഇന്ത്യയിലെ ലീഗിന്റെ MP-മാര് മതി. കാരണം ഇന്ത്യ മുന്നണിയിലാണ് ലീഗിന്റെ MP-മാരുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പാണ്. രാജ്യത്ത് ഇന്ത്യ മുന്നണി തിരിച്ചു വരും. ഒരു സംശയം ഇന്ത്യ മുന്നണി തിരിച്ചു വരട്ടെ. അതല്ലാതെ പിന്നെ 3 MP-മാര് മാത്രം മതി എന്ന് പറഞ്ഞത് അത് ലോജിക്കല്ലല്ലോ. ലോജിക്കല്ലാത്ത വാക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നോക്കൂ, വളരെ സജീവമായ ചർച്ചയാണ്. ആ ചർച്ചയിലേക്ക് ഞാൻ വരാം. എനിക്ക് 2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞാൻ വരാം. ഊനച്ചത്തിന്റെ കാര്യം വരുമ്പോഴേ നോക്കൂ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആരെ ഉദ്ദേശിച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗത്തിന്റെ പ്രതികരണം കൂടിയാണ്. അതായത് മുത്തലാഖ് വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സഭയിൽ കാണണമായിരുന്നു. അത് ഇന്ത്യ പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല. കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളുകൾ നമ്മളെ ഗവൺമെന്റ് സ്കൂള് കിട്ടിയിട്ടില്ല.